നമസ്കാരം. തലസ്ഥാനത്ത് മേയറുടെ രാജി ആവശ്യപ്പെട്ട് ബി കൗൺസിലർമാരും സംഘികളും ചേർന്ന് നടത്തിയ ആ സമരം ഉണ്ടല്ലോ, വെറും പാഴായി. എന്തുകൊണ്ടെന്നല്ലേ, ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഈ ആരുടെ രാജി ആവശ്യപ്പെട്ടാണോ ഈ കോലാഹലങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നാടകം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആ വ്യക്തിയെ അവരുടെ തല തൊട്ടപ്പൻ തന്നെ വിളിച്ച് അംഗീകരിച്ചാൽ എങ്ങനെ ഇരിക്കും? തേഞ്ഞു പോവോ ഇല്ലയോ? അങ്ങനെയാണ് തേഞ്ഞു പോയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ ആമയിഴഞ്ചാൻ തോടിൽ റെയിൽവേ വരുത്തിയ വീഴ്ചയെ മറയ്ക്കാൻ വേണ്ടി അത് മേയറുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പണിയെടുത്ത കാര്യം എല്ലാവർക്കും അറിയാം. റെയിൽവേ വിളിച്ചു വരുത്തിയ ജീവനക്കാർ അപകടത്തിൽപ്പെട്ടു. അവരുടെ ഭാഗം വൃത്തിയാക്കാൻ വേണ്ടി വിളിച്ച സന്ദർഭത്തിലാണ് ഇത് സംഭവിച്ചത്. ആ സംഭവിച്ചതിന്റെ കുറ്റം മേയറുടെ തലയിൽ ചാരിയിട്ട് റെയിൽവേ വെള്ള പൂശാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് ഇവരുടെ തലയ്ക്ക് ഒരു അടി കൊടുത്തുകൊണ്ട് ഇവരുടെ വിശ്വഗുരു എന്നെ നേരിട്ട് കൊടുക്കുന്ന ഒരു പുരസ്കാരം അത് മേയറെ തേടി വന്നിരിക്കുകയാണ്. അതായത് 2023-24 വർഷത്തെ PM സ്വനിധി പുരസ്കാരം ഇത്തവണ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രൻ അങ്ങോട്ട് നോക്കിയേ, നല്ല വെടുപ്പിന് ഡൽഹി പോയി നിന്ന് ഇവിടെ രാജി ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ ആ പുരസ്കാരം ഏറ്റുവാങ്ങി എങ്ങനെ ഇരിക്കും? നല്ല രസമായിരിക്കും അല്ലെ? ഇവിടെ മേയർ രാജിവേ എന്ന് പറയുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഇവരുടെ കൺകണ്ട ദൈവങ്ങൾ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളുടെ പ്രവർത്തനം മികച്ചതാണ്, നിങ്ങൾക്കിതാ ഞങ്ങളുടെ രാജ്യത്തെ മികച്ച നഗരസഭകൾക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് PM സ്വനിധി പുരസ്കാരം. അതായത് ഈ വഴിയോര കച്ചവടക്കാരെ കണ്ടെത്തി അവർക്ക് ലൈസൻസ് കൊടുത്ത് അവരെ മുഖ്യധാരയിലേക്ക്, അതായത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്ന പദ്ധതിയാണ് PM സ്വനിധി. ഇതിൽ തിരുവനന്തപുരം നഗരസഭ നടത്തിയ ഇടപെടൽ രാജ്യത്താകമാനം അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? അതായത് നമ്മൾ പറയാറില്ലേ, നമ്മൾ എടുക്കുന്ന പ്രയത്നം അതിനെതിരെ വിമർശനം വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം വളരെ കൃത്യമാണ്, നമ്മൾ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ആര്യ രാജേന്ദ്രന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. കാര്യം അത് വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ വിമർശനം ഉയരുന്നത് എന്തുകൊണ്ടെന്നാൽ അവർ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ തേടി വരുന്നത്. വെറുതെ കൈയും കെട്ടിയിരുന്ന അവരില്ലല്ലോ, എന്തെങ്കിലും ഇടപെടൽ നടത്തണ്ടേ. രാജ്യത്തെ 3 നഗരസഭകളെ മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് 3ാം സ്ഥാനമാണ്. അതും കൊടുത്തതാരാണ്? സംസ്ഥാന സർക്കാർ കൊടുത്തിരുന്നെങ്കിൽ പറയായിരുന്നു, ഇതിപ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ്. സംസ്ഥാന സർക്കാരല്ല, PM പ്രൈം മിനിസ്റ്റർ സ്വനിധി പുരസ്കാരമാണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പദ്ധതി വളരെ വെടുപ്പിന് ചെയ്തുകൊണ്ടാണല്ലോ ആ പുരസ്കാരം കിട്ടുന്നത് അല്ലേ. ആ പുരസ്കാരം ഡൽഹിയിൽ ഇപ്പോ വിതരണം ചെയ്തപ്പോ സംഘികളുടെ എല്ലാത്തിന്റെ അവസ്ഥ ഒരുമാതിരി മറ്റേ എന്തോ പോയ അണ്ണാന്റെ ഒരു അവസ്ഥയാണ്. ഇപ്പോ കിളി പറന്ന് നടക്കുകയാണ്. ഞങ്ങൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളെ മുഴുവൻ റദ്ദാക്കിക്കൊണ്ട് ഞങ്ങൾ ആർക്കെതിരെയാണോ ആ സമരം നടത്തുന്നത് അവർ മികച്ച പ്രവർത്തനം നടത്തുന്നതിന്റെ നഗരസഭയുടെ മേയർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് പുരസ്കാരം കൊടുത്താൽ എങ്ങനെ ഇരിക്കും? നമ്മളുടെ ഗ്യാസ് പോവുമില്ലേ? അങ്ങനെ ഗ്യാസ് പോയ അവസ്ഥയിലാണ്. സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരത്തെ അപ്പാടെ പൊളിക്കുന്ന പുരസ്കാരമാണ് നഗരസഭയെ തേടി വന്നത്. നേരത്തെയും തൊട്ടു മുന്നോടിയായിട്ട് ഈ നഗരത്തിൽ ഈ സോളാർ ഉപയോഗിച്ചുള്ള തെരുവിളക്കുകൾ കത്തിച്ചതിന്റെ ഭാഗമായി ടൈംസിന്റെ ഒരു അവാർഡും അവരെ തേടി വന്നിരുന്നു. ചുമ്മാ ഇരിക്കുന്നോണ്ടാ? പുതിയ പദ്ധതികൾ നടപ്പിലാക്കാത്തോണ്ടാ? നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. ആ എഫേർട്ട് എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലാകമാനമുള്ള 3 നഗരസഭയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. 29 സ്റ്റേറ്റിൽ ഈ കേരളത്തിലെ തലസ്ഥാനത്തെ നഗരസഭയ്ക്ക് അതിൽ അർഹമാകുന്നുണ്ടെങ്കിൽ അവർ അതിനുവേണ്ടി പണിയെടുക്കാതിരിക്കോ? അതായത് ഈ തൊഴിലാളികളെ, അതായത് തെരുവോര കച്ചവടക്കാരായിട്ടുള്ള തൊഴിലാളികളെ അവരെ എല്ലാം വിളിച്ച് അവർക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്ത് ഐഡന്റിറ്റി കാർഡ് കൊടുത്ത് അവർക്ക് ഈ അവരുടെ ആ കച്ചവടങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടി ബാങ്കുകളുമായി സംയോജിപ്പിച്ച് അവർക്ക് വായ്പ തരപ്പെടുത്തുന്നുണ്ട്. ആദ്യം 10,000, പിന്നീട് 20,000, 50,000 അങ്ങനെ 3 ഗഡുക്കളായി വായ്പ കൊടുക്കുന്ന പദ്ധതികൾ ബാങ്കുകളുമായി ഏകോപിപ്പിച്ച് നടത്തിയ പ്രവർത്തനം രാജ്യത്ത് മാതൃകയായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളം തന്നെ എടുക്കും, 6 നഗരസഭകളുണ്ട്. അതിൽ BJP ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടോ? കിട്ടിയോ? കിട്ടി, ഉണ്ടംപൊരി, അല്ലാതെ വേറൊന്നും കിട്ടിയിട്ടില്ല. കാര്യം അവിടെ നമ്മൾ ആഘോഷിക്കുകയാണല്ലോ, അറുമാദിക്കുകയാണല്ലോ. ദേശീയ തലത്തിൽ അവരുടെ ഏത് പുരസ്കാരം പാലക്കാട് മുനിസിപ്പാലിറ്റിയെ തേടി ഇതുവരെ വന്നിട്ടുണ്ട്? ഒരു ചുക്കും നടക്കുന്നില്ലെന്നേ. നിങ്ങൾ ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കുന്നത് ഏത് നഗരസഭയാണോ ആ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്കാണ് പല ദേശീയ പുരസ്കാരങ്ങളും തേടി വരുന്നത്. എന്തുകൊണ്ടാണ്? അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അതിനെ മറയ്ക്കാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ, വിവാദങ്ങൾ സൃഷ്ടിച്ച് അവരെ നിങ്ങൾ വല്ലാതെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്? നിങ്ങളുടെ കുറച്ച് എനർജി പോവുകയും മാധ്യമങ്ങൾക്ക് കുറച്ച് വാർത്തയ്ക്ക് വേണ്ടിയുള്ള ഇലമെന്റ് സൃഷ്ടിക്കുന്നതിനപ്പുറം വസ്തുതാപരമായി പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ഗുണമുള്ളതാണ്. അതിലൂടെ ഒരുപാട് പേർക്ക്, ഈ നഗരവുമായി ബന്ധപ്പെട്ട നിരവധി ജീവനുകൾക്ക്
സഹായകരമാവുന്ന പ്രവർത്തനങ്ങൾ നഗരസഭ ചെയ്യുന്നുണ്ടെന്ന് ഇതിലൂടെ ബോധ്യപ്പെടുകയാണ്. പ്രധാനമന്ത്രി വെറുതെ വിളിച്ചിട്ട് കൊടുക്കില്ലല്ലോ. നേരത്തെ വലിയ പ്രതീക്ഷയായിരുന്നു. അതായത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഇനിയിപ്പോ വിമാനത്താവളത്തിൽ നരേന്ദ്രമോദി എത്തുകയാണെങ്കിൽ സ്വീകരിക്കുന്നത് ആരായിരിക്കും? അതൊരു BJP-യുടെ മേയർ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോ കഴിഞ്ഞ 4 വർഷമായിട്ട് ആരാണ് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അന്ന് തുടങ്ങിയ അതൃപ്തിയാണ്. ആ അതൃപ്തിയുടെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ഇല്ലാ കഥകൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് അവരെ ഇകഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയെങ്ങും തളർന്നു പോയില്ല. ചിലയിടങ്ങളിലൊക്കെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് കണ്ണു നിറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇച്ഛാശക്തിയോടുകൂടി പല പ്രവർത്തനങ്ങളും അവർ ഏകോപിപ്പിച്ചു. നഗരസഭയുടെ തലപ്പത്തിരുന്നു കൊണ്ട് കാര്യങ്ങൾ പലതും വളരെ കൃത്യമായി ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പല പല പുരസ്കാരങ്ങൾ തേടി വരുന്നുണ്ട്. ഇപ്പോൾ കല്ലെറിഞ്ഞവർക്ക് ഒരു കാലത്ത് കൈയടിക്കേണ്ടി വരും. കാര്യം അവർ ചെയ്യുന്നത് വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള പരിപാടിയാണ്. അതിൽ നിങ്ങൾ കല്ലെറിയുന്നത് അതിന്റെ പ്രാരംഭ ഘട്ടങ്ങളിലോ അതിന്റെ പ്രവർത്തനങ്ങളുടെ പകുതി ഘട്ടങ്ങൾ എത്തുമ്പോഴാണ്. അത് പരിപൂർണമായി പൂർത്തീകരിക്കുന്ന സന്ദർഭം എത്തുമ്പോൾ നിങ്ങൾക്ക് അവർക്കെതിരെ ചൂണ്ടിക്കാട്ടാൻ ഒരു ചുക്കും ഉണ്ടാകത്തില്ല. കാര്യം ഇപ്പോ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ വല്ലാതെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ ഒരു പ്രയത്നത്തിലാണ്. ആ പ്രയത്നത്തിന് ഏത് കാലത്തായിരുന്നാലും അംഗീകാരം തേടി വന്നേ മതിയാകുള്ളൂ. കാര്യം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, അതിനോട് നമ്മൾ നീതി പുലർത്തുന്നവരാണെങ്കിൽ അതുകൊണ്ട് ഗുണമേ ഉണ്ടാകത്തുള്ളൂ. അത് തന്നെയാണ് ആര്യ രാജേന്ദ്രന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അവരുടെ രാജി ആവശ്യപ്പെട്ട് റെയിൽവേ വരുത്തിയ ഒരു വീഴ്ചയെ മറയ്ക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ നാടകങ്ങളെല്ലാം പൊളിഞ്ഞടങ്ങിയത് എങ്ങനെയെന്ന് വെച്ചാൽ ഒറ്റ പുരസ്കാരത്തിലൂടെ, അതും കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി നേരിട്ട് കൊടുക്കുന്ന സ്വനിധി പുരസ്കാരം തേടിയെത്തോടുകൂടി നിങ്ങൾ ഈ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലായെന്ന് നിസ്സംശയം പറയാൻ കഴിയും.